ഹായ് ഹലോ മദർ യൂണിവേഴ്സിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും പോസിറ്റീവായിരിക്കുന്നു, എല്ലാവരും ഹാപ്പി ആയിരിക്കുന്നു. യൂണിവേഴ്സിൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ലഭിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, നമുക്കിന്ന് നോക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ എനർജി. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുക. നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ വന്നതും ഇനി വരാനിരിക്കുന്നതുമായിട്ടുള്ള എനർജിയും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന എനർജിയും എല്ലാം വരുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു. എൻ്റെ ചെറിയ അറിവ് ഞാൻ യൂണിവേഴ്സിൽ നൽകിക്കൊണ്ട് തന്നെ ഞാൻ ഈ റീഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നു. ഏഞ്ചൽസ് തന്നെ ഇത് ഗൈഡ് ചെയ്യുവാൻ ഇടയാകട്ടെ. താങ്ക് യു. ഓക്കെ, നമുക്ക് നോക്കാം. താങ്ക് യു യൂണിവേഴ്സ്. സ്ട്രെങ്ത്. ഓക്കെ, ഈ സ്പ്രെഡാണ് ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. നമുക്ക് നമ്പേഴ്സ് നോക്കാം. ഫസ്റ്റ് 8, 11, 2, 13, 4 ആവർത്തിച്ചു, 10, 1, 15, 6, 8, 9, 2, 3, 12, 11, 2. ഓഗസ്റ്റ്, ഫെബ്രുവരി, നവംബർ, ഏപ്രിൽ, ജനുവരി, ജൂൺ, ഇവിടെ എല്ലാ സോഡിയാക് സൈനും വന്നിട്ടുണ്ട്. ഫുൾ കാർഡാണ് വന്നിരിക്കുന്നത്. ആദ്യം നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒന്ന് സ്ട്രോങ് ആക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചിലപ്പം എന്തെങ്കിലും നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് ഒരുപാട് നിയന്ത്രണങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെ കുറേ ദേഷ്യങ്ങൾ, അഹങ്കാരങ്ങൾ നിങ്ങളുടെ മുകളിലേക്ക് അടിച്ചേൽപ്പിക്കപ്പെടുകയോ മറ്റോ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഒരു ആധിപത്യം നിങ്ങളുടെ ലൈഫിൽ വന്നിട്ടുണ്ടെങ്കിൽ, നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ പോലും വയ്യാത്ത രീതിയിൽ മറ്റൊരാളുടെ കൺട്രോളിങ്ങിലായിരുന്നു എങ്കിൽ അതിനെല്ലാത്തിനും ഒരു മാറ്റം വരുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു റിലേഷനിൽ നിങ്ങൾ സ്ട്രെങ്ത് ആകുന്നതിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് ഒരു പക്ഷേ നിങ്ങളുടെ പേഴ്സൺ ഇല്ലാതെ നിങ്ങൾക്കൊന്നും പറ്റത്തില്ല. നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു മെസ്സേജ് ഇല്ലെങ്കിൽ നിങ്ങൾ അന്നത്തെ ദിവസം തളർന്നു പോകുന്ന അവസ്ഥയായിരിക്കും. നിങ്ങളുടെ പേഴ്സൺ ഒന്ന് വിളിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് അന്ന് മൂഡ് ഓഫ് ആയിരിക്കും. കാരണം നിങ്ങളുടെ ലൈഫിലെ എല്ലാ കാര്യങ്ങളെയും നിയന്ത്രിക്കുന്നത് മറ്റൊരു വ്യക്തിയുടെ മെസ്സേജ് അല്ലെങ്കിൽ ആ വ്യക്തിയുടെ മൂഡ് അനുസരിച്ചായിരിക്കും നിങ്ങളുടെ ഒരു ദിവസം അല്ലെങ്കിൽ നിങ്ങളുടെ മൈൻഡ് പൊയ്ക്കൊണ്ടിരുന്നത്. ഓക്കെ, അപ്പോൾ യൂണിവേഴ്സ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ന്യൂ ബിഗിനിങ് തരുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ വന്നത്. നിങ്ങളെ സ്ട്രെങ്ത് ആക്കുന്നതിന് വേണ്ടിയിട്ട്, നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന എല്ലാ തളർച്ചയും മാറ്റി നിങ്ങൾ ഏറ്റവും സ്ട്രെങ്ത് ആയിട്ട് സ്പിരിച്വലായിട്ടും നിങ്ങൾ ശക്തിപ്പെടുന്നതിന് വേണ്ടിയിട്ട്, ദൈവത്തെ മനസ്സിലാക്കുന്നതിനും ദൈവത്തെ അന്വേഷിക്കുന്നതിനും നിങ്ങളുടെ മനസ്സ് ഒരുപാട് സ്ട്രോങ് ആകുന്നതിന് വേണ്ടിയിട്ടാണ് നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു പെയിൻ വന്നിട്ടുണ്ടെങ്കിൽ അത് യൂണിവേഴ്സ് നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്നത് നിങ്ങളെ സ്ട്രെങ്ത് ആക്കുന്നതിനാണ്, അല്ലാതെ നിങ്ങൾക്ക് തിന്മയ്ക്കല്ല എന്ന് നിങ്ങൾ ചിന്തിക്കുക. ഇവിടെ ഫൂളിനെ ക്ലാരിഫൈ ചെയ്ത് വന്നിരിക്കുന്നത് സ്ട്രെങ്ത് ആണ്. ലിയോയാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ ആത്മവിശ്വാസം കൂട്ടുന്നതിനും ധൈര്യം, ഉത്സാഹം ഒക്കെ നിങ്ങൾക്ക് കൂട്ടി വരുന്നതിന് വേണ്ടിയിട്ട്, കൂടുതലായിട്ട് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രകൃതി തന്നെയാണ് നിങ്ങൾക്ക് ഈ ഒരു അവസ്ഥ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, നിങ്ങളെ ഒരുപാട് ആകർഷിക്കപ്പെടുന്നതിന്, നിങ്ങളിൽ തന്നെ ഒരു സെൽഫ് ലവ് കൊണ്ടുവരുന്നതിന്. ഓക്കെ, അടുത്ത വന്നിരിക്കുന്നത് ക്വീൻ ഓഫ് കപ്പാണ്. ഇവിടെ വന്നിരിക്കുന്നത് ജെമിനി ക്യാൻസർ ആണ്. നിങ്ങളുടെ പേഴ്സൻ്റെ രണ്ട് മുഖങ്ങൾ നിങ്ങൾക്ക് വ്യക്തമാക്കുന്നതിന് വേണ്ടിയിട്ട്, ചിലപ്പോൾ നിങ്ങളൊന്നും അറിയാതെ ഒരുപാട് നിങ്ങളുടെ പേഴ്സണെ വിശ്വസിക്കുകയും നിങ്ങളുടെ പേഴ്സണിന് വേണ്ടി ഒരുപാട് ടൈം നിങ്ങൾ സ്പെൻഡ് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. നിങ്ങൾ പേഴ്സണിന് വേണ്ടി പൂജ പ്രാർത്ഥന ഒക്കെ നടത്തി നിങ്ങൾ പിറകെ നടക്കുന്നുണ്ട്. പക്ഷേ അത് നിങ്ങൾ ചതിക്കപ്പെടാതിരിക്കുന്നതിനും നിങ്ങളുടെ പേഴ്സൻ്റെ ശരിയായ ഫേസ് നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നതിനും വേണ്ടിയിട്ട് യൂണിവേഴ്സ് നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവന്ന മാറ്റങ്ങളാണ് ഇത്. ചിലപ്പോൾ ഒരു പക്ഷേ കേൾക്കുന്നതോ സിംഗിൾ പാരൻ്റ് ആയിരിക്കാൻ സാധ്യതയുണ്ട്. നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ സിംഗിൾ പാരൻ്റ് ആകാൻ സാധ്യതയുണ്ട്. പ്രകടമാക്കാത്ത ആശയവിനിമയം, ചില കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തതയില്ല. എന്താണ് അവർ പറയുന്നത്, അവരെന്ത് ഉദ്ദേശത്തിലാണ് നിങ്ങളടുത്ത് വന്നിരിക്കുന്നത് എന്നുള്ളതൊന്നും നിങ്ങൾക്ക് പ്രകടമല്ല.
ഇത് ഇവിടെ കയ്യിലിരിക്കുന്ന കപ്പ് അടച്ചിരിക്കുകയാണ്. അപ്പം നിങ്ങളുടെ പേഴ്സൺ എന്തുകൊണ്ടാണ് നിങ്ങളടുത്ത് ഇങ്ങനെ കാണിക്കുന്നത്, എന്തിനാണ് നിങ്ങളടുത്ത് വന്നത്, അവരുടെ ഉദ്ദേശം എന്താണ് ഒന്നൊന്നും നിങ്ങൾക്ക് അറിയത്തില്ല. നിങ്ങൾ പക്ഷേ അവരെ ഒരുപാട് സ്നേഹിക്കുകയും അവരിൽ തന്നെ ഒരുപാട് ശ്രദ്ധ വയ്ക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ. ഓക്കെ, അപ്പോൾ അത് എന്താണ്, നിങ്ങളുടെ പേഴ്സൻ്റെ ശരിയായ ഫേസ് എന്താണ് എന്ന് നിങ്ങൾ അറിയണം. അതിനു വേണ്ടി യൂണിവേഴ്സ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കൊണ്ടുവന്ന മാറ്റങ്ങളാണിത്. ഓക്കെ, പിന്നീട് എപ്പോഴും സംശയമായിരുന്നു, ഈ റിലേഷൻ മുന്നോട്ട് പോകുമോ അതോ ഇത് വെച്ച് ബ്രേക്ക് ചെയ്യുമോ, എൻ്റെ പേഴ്സൺ എന്നോടുള്ളത് ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം തന്നെയാണോ, ഈ കാണിക്കുന്നത് വെറുതെ ആണോ. അപ്പം എപ്പോഴും സംശയമാണ്. ഈ ഒരു വ്യക്തി തന്നെ തൻ്റെ കയ്യിലൊരു സ്നേഹമുണ്ട്. അപ്പം ഇത് സ്നേഹം നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് തരുകയാണ്. നിങ്ങൾക്ക് തരുന്നെങ്കിലും നിങ്ങൾക്ക് സംശയമാണ്, ഈ കാണിക്കുന്നതൊക്കെ സത്യം തന്നെയാണോ, എന്നോട് തന്നെയാണോ ഈ സ്നേഹം മുഴുവനും. ഫുള്ള് സ്നേഹം തന്നിരുന്നാലും നിങ്ങൾ വിചാരിക്കും ഈ സ്നേഹം മൊത്തം എനിക്കാണോ അതോ അവർ അഭിനയിക്കുകയാണോ. നിങ്ങളുടെ മനസ്സിൽ ഇതൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു. ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും കൃത്യവും സൂക്ഷ്മവുമായിട്ട് തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് നേരെ കൊണ്ടുപോകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. വെറുകയാണ് വന്നിരിക്കുന്നത്. വളരെ എളിമയോടുകൂടി തന്നെ നിങ്ങൾക്ക് ഈ ഒരു റിലേഷനിൽ നിങ്ങൾ പ്രവർത്തിക്കണമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. ഒരുപാട് എളിമയും ബുദ്ധിയൊക്കെ ഇനി പഴയതുപോലെ അല്ല, എടുത്തു ചാടി ഒരു കാര്യങ്ങളും ചെയ്യാൻ പാടില്ല. വളരെ എളിമയോടുകൂടി തന്നെ ഈ ഒരു റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് നിങ്ങളും നിങ്ങളുടെ പേഴ്സണും ഒക്കെ ചിന്തിക്കുന്നുണ്ട്. ഈ റിലേഷൻ സംബന്ധിച്ച് എന്ത് തന്നെ വന്നിരുന്നാലും അതെല്ലാം നേരിടാനുള്ള ഒരു പ്രതിരോധ ശക്തി നിങ്ങളുടെ പേഴ്സണും നിങ്ങളും എന്ത് നേരിടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നോ. നിങ്ങളുടെ രണ്ടുപേരുടെയും എനർജിയാണ് ഇതിലോട്ട് വരുന്നത്. ഈ റിലേഷൻഷിപ്പിൻ്റെ എനർജിയാണ്. എന്തും നേരിടാൻ വേണ്ടിയിട്ട് നിങ്ങൾ തയ്യാറായി കഴിഞ്ഞു. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് നല്ല രീതിയിലുള്ള ഉൾക്കാഴ്ച, ഈ റിലേഷൻ എന്താകണം, ഇനി മുന്നോട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ നിങ്ങൾ ചിന്തിക്കുകയാണ്. ബന്ധങ്ങൾക്കും ഇമോഷനും ഒക്കെ നിങ്ങൾ ഈ ഒരു സമയത്ത് വില നൽകുകയാണ്. ഓക്കെ, പക്ഷേ ഈ ഒരു റിലേഷൻ നല്ല രീതിയിൽ കൊണ്ടുപോകുന്നതിന് നിങ്ങൾ നല്ല രീതിയിൽ കഷ്ടപ്പെടേണ്ടതായിട്ടുണ്ട്. ഒരുപാട് ഹാർഡ് വർക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ പഴയ വിശ്വാസവും ആ ഒരു സ്നേഹവും കാര്യങ്ങളെല്ലാം ലൈഫിൽ തിരിച്ചു വരുന്നതിന് സമയമെടുക്കും. നിങ്ങൾ നല്ല രീതിയിൽ ഒന്ന് വർക്ക് ചെയ്യേണ്ടതായിട്ട് ഉണ്ട്. പഴയ അവസ്ഥയിൽ നിങ്ങൾ ആദ്യം അനുഭവിച്ചതുപോലെയുള്ള ഒരു വിശ്വാസവും സ്നേഹവും എല്ലാം നിങ്ങളുടെ റിലേഷനിൽ വരിക തന്നെ ചെയ്യും. എന്ത് സാഹസികതയും നേരിടാൻ ഇനി നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തയ്യാറാകുകയാണ്. രണ്ടുപേരുടെയും എനർജിയാണ് വരുന്നത്. ഏത് സാഹചര്യത്തിലാണെങ്കിലും അതിനി മുന്നോട്ട് പോകുക എന്നുള്ളത് തന്നെയാണ്. നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പിൽ ഒരു ശുഭാപ്തി വിശ്വാസം നിങ്ങൾക്കുണ്ട്. എന്ത് തടസ്സം വന്നിരുന്നാലും അത് നേരിടാനും അതിൽ നിങ്ങൾ വിജയിക്കുമെന്നും ഈ റിലേഷൻഷിപ്പിൽ സ്നേഹത്തിലാണെങ്കിലും ശരി നിങ്ങൾക്കൊരു സ്വാതന്ത്ര്യത്തോടു കൂടി തന്നെ നിങ്ങൾക്ക് സ്നേഹിക്കാനും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. രണ്ടുപേരും ഒരുപോലെയുള്ള ചിന്തയോടുകൂടി ഒരു ന്യൂ ബിഗിനിങ് തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൽ വേണമെന്ന് രണ്ടുപേരും ആഗ്രഹിക്കും. ഇവിടെ വന്നിരിക്കുന്നത് വെർഗോ, സാജിറ്റേറിയസ്, സ്കോർപ്പിയോ ആണ് വന്നിരിക്കുന്നത്. വെർഗോ ആവർത്തിച്ച് വന്നിട്ടുണ്ട്, ഏരീസ് വന്നിട്ടുണ്ട്. എന്തൊക്കെ ഉണ്ടെങ്കിലും നിങ്ങളുടെ ലൈഫിലോ നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിലോ എന്തെല്ലാം ഉണ്ടെങ്കിലും നിങ്ങളുടെ പേഴ്സൺ കൂടി ഇല്ലാത്തതിൻ്റെ വേദനയിൽ കൂടി കടന്നു പോകുന്ന വ്യക്തികളാണ് നിങ്ങൾ. പല വ്യക്തികളും യാത്രയുടെ മധ്യത്തായിരിക്കും നിങ്ങളെ കണ്ടുമുട്ടിയത്. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രദേശം വേറെയാണ്, അവിടെ നിന്ന് യാത്ര ചെയ്ത് മറ്റൊരു സ്ഥലത്ത് വന്നതിന് ശേഷമായിരിക്കാം നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ തങ്ങളിൽ കാണുകയും ഈ റിലേഷൻ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തത്. പിന്നെ യാത്ര ചെയ്യേണ്ടി വന്നിരുന്നാലും യാത്ര ചെയ്ത് വേണമെങ്കിലും നിങ്ങളുടെ അടുത്ത് വരേണ്ടി വന്നിരുന്നാലും എത്ര ദൂരെ ആയിരുന്നാലും, ചിലപ്പോൾ ഇത് ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആയിരിക്കാം, എത്ര യാത്ര ചെയ്ത് നിങ്ങളുടെ അടുത്ത് വരേണ്ടി വന്നിരുന്നാലും അത്രയും യാത്ര ചെയ്ത് വരാൻ തയ്യാറാണ് നിങ്ങളുടെ പേഴ്സൺ. കൃത്യവും ഏറ്റവും സൂക്ഷ്മവുമായിട്ടുള്ള രീതിയിൽ തന്നെ ഈ റിലേഷൻ അതിൻ്റെ സത്യാവസ്ഥ പുറത്ത് വന്നിട്ട് അത്രയും സത്യസന്ധതയോടുകൂടി തന്നെ ഇനി മുന്നോട്ട് പോകണമെന്ന് നിങ്ങളുടെ പേഴ്സണും നിങ്ങളും ഈ റിലേഷൻഷിപ്പിൽ ആഗ്രഹിക്കുന്നുണ്ട്. ഒരുപാട് വിശ്വാസമില്ലായ്മ ഉണ്ടായിരുന്നെങ്കിൽ അതെല്ലാം തിരുത്തി എല്ലാം പരസ്പരം രണ്ടുപേർക്കും വിശ്വാസമാകുന്ന രീതിയിൽ തന്നെ മുന്നോട്ട് ഈ റിലേഷൻഷിപ്പ് കൊണ്ടുപോകണമെന്ന് നിങ്ങൾ രണ്ടുപേരും ആഗ്രഹിക്കുന്നുണ്ട്. ഒരു കാലത്ത് നിങ്ങൾ പരസ്പരം അമിതമായിട്ടുള്ള ഏതൊരു കാര്യത്തിനും അമിത വിശകലനങ്ങൾ
കൊടുക്കുന്നത് ചിലപ്പോൾ സംശയം ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങളുടെ പേഴ്സൻ്റെ അടുത്തോ അല്ലെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചോദിക്കുമ്പോൾ അതിന് കറക്റ്റായിട്ടുള്ള മറുപടി പറയുന്നതിന് പകരം അമിതമായിട്ടുള്ള വിശകലനം ചെയ്യുന്നത്, അതിനെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞ് വീണ്ടും വിശ്വസിപ്പിക്കുക ഇങ്ങനെ കുറേ പറയുന്ന സ്വഭാവം നിങ്ങൾക്കുണ്ടെങ്കിൽ ആ ഒരു സ്വഭാവം നിങ്ങളിൽ നിന്ന് മാറ്റണം, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണിൽ നിന്ന് മാറ്റേണ്ടതായിട്ടുണ്ട്. കാരണം അമിതമായ വിശകലനം എന്ന് പറയുന്നത് സംശയത്തിന് വഴിയൊരുക്കും. നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ സത്യസന്ധത ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ്. കാരണം ഒരു വട്ടമെങ്കിലും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് കള്ളം പറഞ്ഞു എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ ക്ഷമിച്ചു കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റാത്ത അവസ്ഥയിൽ കൂടിയാണ് നിങ്ങൾ കടന്നു പോകുന്നത്. അത്രത്തോളം വിശ്വസിക്കുന്നത് കൊണ്ടാകാം നിങ്ങളുടേതോ നിങ്ങളുടെ പേഴ്സൻ്റേതോ ആയിട്ടുള്ളൊരു ചെറിയ സ്വഭാവമാണ്. എത്രയൊക്കെ ഏരീസാണ്. അപ്പോൾ എത്രയൊക്കെ നമ്മൾ സ്നേഹിച്ച് അടുത്ത് ചെന്നിരുന്നാലും തീറ്റ കൊടുക്കാനാണെങ്കിലും ഇപ്പം നമ്മളൊരു മുട്ടനാടിൻ്റെ സ്വഭാവം പോലെ എത്രയൊക്കെ നമ്മൾ സ്നേഹിച്ച് തീറ്റ കൊടുക്കാൻ ചെന്നിരുന്നാലും ഒരു കൊത്തുറപ്പാണ് എന്നുള്ള പോലെ നിങ്ങൾ എത്രയൊക്കെ അടുത്ത് ചെല്ലുമ്പോഴും നിങ്ങളെ ഒരു കുത്തി എറിയുന്ന രീതിയിലുള്ള സ്വഭാവങ്ങൾ ചില സമയങ്ങളിൽ നിങ്ങളോട് കാണിച്ചിട്ടുണ്ടായിരിക്കും. നിങ്ങളുടെ പേഴ്സൺ ഒരു പക്ഷേ ഏരീസ് ആണെങ്കിൽ ഈ സ്വഭാവമായിരിക്കാം. ഇത് കേൾക്കുന്ന വ്യക്തികൾക്ക് ഒരുപാട് പേർക്ക് അതിനെക്കുറിച്ച് അറിയാവുന്നത് കൊണ്ടാണ് പിന്നെ ഞാനത് വിശകലനം ചെയ്യാത്തത്. ഏരീസ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അത് അറിയാലോ. നിങ്ങളുടെ ചില വ്യക്തികൾക്ക് നാൾ മാത്രമേ അറിയാവുള്ളായിരിക്കും, നാളല്ല. നമ്മൾ ജനിക്കുന്ന ആ ഒരു മാസമുണ്ടല്ലോ, ഈ ഡേറ്റ് വെച്ചിട്ട് നമ്മൾ രാശി എന്ന് പറയും. അപ്പോൾ അതറിയാത്തവരാണെങ്കിൽ അതിനെക്കുറിച്ച് കമൻറ്റ് ചെയ്യുക. അങ്ങനെ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് തരാം. ഈ ഏരീസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ മേടമാസമാണ് ഉദ്ദേശിക്കുന്നത്. മേടമാസം വരുമ്പോഴത്തേക്ക് നമ്മൾ മാർച്ച് 21 മുതൽ ഏപ്രിൽ 19 വരെ ജനിച്ച ആൾക്കാർക്കാണ് ഏരീസ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഞാനിത് റീഡിങ്ങിൽ പറയുന്നില്ല. ഇതറിയാത്ത വ്യക്തികളാണെങ്കിൽ കമൻറ്റിൽ പറയുക, എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു പക്ഷേ വർക്ക് എന്ന് പറയുന്നത് എന്തെങ്കിലും മാനേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടായിരിക്കാം. എന്തെങ്കിലും റിസപ്ഷനിലായിട്ട് ഇരിക്കുന്ന റിസപ്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇരിക്കുന്ന ജോലിയായിരിക്കാം. ഓക്കെ, ഒരു പബ്ലിക് പ്ലേസിലുള്ള ജോലിയായിരിക്കാം. കസ്റ്റമറോടൊക്കെ ഒരുപാട് സംസാരിക്കുന്നതായിട്ടുള്ള ജോലിയായിരിക്കാം. മറ്റു ചില വ്യക്തികൾക്ക് യാത്രയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ജോലിയായിരിക്കാം. ഓക്കെ, കോടതിയുമായിട്ടോ മറ്റോ ജോലി ഉണ്ടായിരിക്കും. അഡ്വക്കേറ്റ്, സോഷ്യൽ മീഡിയ, അതുപോലെയുള്ള യൂട്യൂബ് ചാനൽ, അങ്ങനെയുള്ള അങ്ങനെയുള്ള വർക്കുകൾ ഒരുപാട് ചെയ്യുന്ന വ്യക്തികളുണ്ടായിരിക്കാം. കാർപ്പൻറ്റർ, നമ്മുടെ ഇതൊക്കെ ഉണ്ടാക്കത്തില്ലേ, കട്ടിലും മേശയൊക്കെ ഉണ്ടാക്കുന്ന അങ്ങനെയുള്ള ജോലിയുള്ള വ്യക്തികളുണ്ടായിരിക്കാം. മ്യൂസിക്കുമായിട്ട് ബന്ധം ഉള്ള വ്യക്തികൾ, ഫയറുമായിട്ട് ബന്ധമുള്ള വ്യക്തികൾ, സാമ്പത്തിക ഇടപാടുകളുമായിട്ട് ബന്ധമുള്ളത്, ചില മാനേജരോ മറ്റ് സ്ഥലങ്ങളിൽ മാനേജിങ് ഡയറക്ടറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആകുന്ന വ്യക്തികൾ കാണാം. ബ്യൂട്ടി പാർലറുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തികൾ, ഇത് നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ ഇത് റെസനേറ്റ് ആകുന്നതായിരിക്കാം. അടുത്ത കാർഡ് ജസ്റ്റിസ് ആണ്, ലിബ്രയാണ് വന്നിരിക്കുന്നത്. പേജ് ഓഫ് ഹാൻഡാണ് അതിനെ ക്ലാരിഫൈ ചെയ്ത് വന്ന കാർഡ്. ഇത് കാണുന്ന ചില വ്യക്തികളോട് യൂണിവേഴ്സ് പറയുകയാണ്, അത് എല്ലാവർക്കും റെസനേറ്റ് ആകത്തില്ല. ഇത് റെസനേറ്റ് ആകുന്ന വ്യക്തികൾ മാത്രം ഇതെടുക്കുക. നിങ്ങൾ നിയമപരമായി പോകേണ്ടതായിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അതിനുള്ള സ്റ്റാർട്ട് ചെയ്യുക. നിയമപരമായിട്ട് നിങ്ങളുടെ ക്ഷമയുടെ നെല്ലിപ്പലകയും കണ്ടു കഴിഞ്ഞു, ഇനി സഹിക്കാൻ കഴിയത്തില്ല എന്നുള്ള രീതിയിലാണെങ്കിൽ യൂണിവേഴ്സ് ഈ ഒരു സമയത്ത് നിങ്ങൾ നിയമപരമായിട്ട് ബന്ധപ്പെടുക, നിങ്ങൾക്ക് നീതി ലഭിക്കും എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഇതാരുടെ എനർജിയാണെന്ന് അറിയത്തില്ല. നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചുള്ള എനർജി ചോദിച്ചപ്പോൾ യൂണിവേഴ്സ് തന്നതാണ്. നിങ്ങൾക്ക് നാളും നിങ്ങൾ വെയിറ്റ് ചെയ്തിട്ടും നിങ്ങൾക്കൊന്നും നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ നിയമപരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഇടപെടുക. ലൈഫിൽ എല്ലാം കറക്റ്റ്, ഒരു ന്യൂ ബിഗിനിങ് നിങ്ങളുടെ ജീവിതത്തിൽ വരികയാണ്. എല്ലാം നല്ല കൃത്യതയോടുകൂടി തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും. രണ്ടുപേരും നിങ്ങളുടെ റിലേഷൻ ഇപ്പോൾ ഒരു ന്യൂ ബിഗിനിങ് വന്നു കഴിഞ്ഞാൽ
നിങ്ങളുടെ ജീവിതത്തിൽ രണ്ടും തുല്യതയായിരിക്കും. ത്രാസാണ് വന്നിരിക്കുന്നത്. ഒന്ന് കയറി ഇറങ്ങിയല്ല, രണ്ടും തുല്യ അളവിലായിരിക്കും നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇനി പോകുന്നത്. എല്ലാം ബാലൻസിങ്ങിൽ വരും. ഓക്കെ, നിങ്ങൾക്ക് ഏറ്റവും സ്ട്രോങ് ആയിട്ട് മനസ്സുറപ്പോടു കൂടി തന്നെ ഒരു സ്റ്റാർട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും. ഇത് നിങ്ങളുടെ പേഴ്സൻ്റെ സ്വഭാവമായിരിക്കാം. ഇപ്പോൾ കൂടെ ഉള്ളവർ തന്നെ തെറ്റ് കാണിച്ചിരുന്നാലും അതിലൊരു കോംപ്രമൈസും ചെയ്യത്തില്ല. അത് തെറ്റാണോ തെറ്റെന്നുള്ള രീതിയിൽ തന്നെ നിങ്ങൾ അവർക്ക് തക്കതായ ശിക്ഷ കൊടുക്കും. അതിനിപ്പം നിങ്ങളുടെ പേഴ്സൺ ആയാലും ശരി തന്നെ, ആരായിരുന്നാലും, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെ സ്വഭാവമായിരിക്കും ഇത്. അവർക്ക് നീതിക്കും ന്യായത്തിനും വേണ്ടി അവരൊരു വിട്ടുവീഴ്ചയും ചെയ്യാത്ത ഒരു വ്യക്തിയായിരിക്കും നിങ്ങളുടെ പേഴ്സൺ അല്ലെങ്കിൽ നിങ്ങൾ. യൂണിവേഴ്സ് പറയുന്നുണ്ട് നിങ്ങൾക്ക് ഈ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ യാതൊരു മാറ്റവും കാണുന്നില്ല, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുന്നില്ല എന്ന് കാണുകയാണെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ടവർ, കാരണം നിങ്ങളുടെ വീട്ടിൽ വെച്ച് ഈ ഒരു 2 വ്യക്തികളെ കാണിക്കുന്നത് ഒരു പ്രായമായ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരെയാണ് അത് ഉദ്ദേശിക്കുന്നത്. പ്രായം ആയവർ, ജീവിതത്തെക്കുറിച്ച് പഠിച്ച വ്യക്തികൾ, അല്ലാതെ പുതിയ ന്യൂ ജനറേഷൻ പിള്ളേരെ പിടിച്ചുകൊണ്ട് പോകണമെന്നല്ല. കുറച്ച് ഉത്തരവാദിത്തം, ജീവിതത്തെക്കുറിച്ച് മനസ്സിലാക്കിയ വ്യക്തികളുണ്ടെങ്കിൽ അവരുമായിട്ട് ചെന്ന് സംസാരിക്കുന്നതിന് നിങ്ങൾ സന്ദർഭം ഒരുക്കുക, അല്ലെങ്കിൽ അതിനുള്ള പ്ലാൻ ചെയ്യുക എന്ന് യൂണിവേഴ്സ് പറയുന്നുണ്ട്. ഈ റിലേഷൻ മുന്നോട്ട് പോകുന്നതിന് എന്താണ് ചെയ്യേണ്ടത്? അതിന് ഉത്തരവാദിത്തപ്പെട്ടവരുമായിട്ട് സംസാരിക്കുക. സ്ഥലത്തെ ഏതെങ്കിലും നേതാക്കന്മാരോ അല്ലെങ്കിൽ പഞ്ചായത്ത് മെമ്പറോ അങ്ങനെയുള്ള ഏതെങ്കിലും വ്യക്തികളെ നിങ്ങളുടെ ഇടയിൽ കൊണ്ടുവരിക. ഓക്കെ, അവരുടെ സാന്നിധ്യത്തിൽ നിങ്ങളുടെ റിലേഷനെ കുറിച്ച് സംസാരിക്കുക, നിങ്ങളുടെ പേഴ്സണുമായിട്ട് സംസാരിക്കുക എന്നുള്ളതാണ് യൂണിവേഴ്സ് പറയുന്നത്. എല്ലാം ബാലൻസുകളിൽ കൊണ്ടുപോകും. അതല്ല എന്നുണ്ടെങ്കിൽ ചില വ്യക്തികൾ ഇവിടെ ജസ്റ്റിസ് പറയുന്നുണ്ട്, നിങ്ങൾ വക്കീലിനെ കാണുകയോ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഓപ്പൺ ചെയ്യുന്നതിനുള്ള വഴി എന്താണെന്ന് നിങ്ങൾ കുറച്ച് നോളജബിൾ ആയിട്ടുള്ള ആൾക്കാരുമായിട്ട് അന്വേഷിക്കുക. ഓക്കെ, നിങ്ങളുടെ ഇടയിൽ എന്തെങ്കിലും ചില തെറ്റായ ബ്ലാക്കായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്നുള്ളത് കാര്യം അന്വേഷിക്കുക. അതിന് പരിഹാരങ്ങൾ നിങ്ങൾ അന്വേഷിച്ച് ചെയ്യുക. ഓക്കെ, ഇന്നെല്ലാം യൂണിവേഴ്സ് പറയുന്നുണ്ട്. പിന്നെ എന്തെങ്കിലും കാര്യത്തിൽ ഉറക്കമില്ലാത്ത വ്യക്തികളാണ് ഇതിൽ കൂടുതലും പേരുണ്ടെങ്കിൽ അവരൊന്ന് ഡോക്ടറെ കാണുന്നതിനും അവരുടെ മാനസിക സമാധാനത്തിന് വേണ്ടിയിട്ട് ഡോക്ടറുമായിട്ടൊരു കൗൺസിലിംഗ് നിങ്ങളുടെ ലൈഫിൽ വേണമെന്ന് യൂണിവേഴ്സ് പറയുന്നുണ്ട്. നിങ്ങളുടെ 2 പേർക്കും ഒരു കൗൺസിലിംഗ്, നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണും ഒരു കൗൺസിലിങ്ങിന് തയ്യാറാകുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. ഓക്കെ, നിങ്ങളിപ്പം ഏതെങ്കിലും വ്യക്തികളിപ്പം കേസുമായിട്ട് മുന്നോട്ട് പോകുന്ന വ്യക്തികൾ, എല്ലാവർക്കും ഉള്ളതല്ല, കേസുമായിട്ട് പോകാൻ ഇരിക്കുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങളത് കൗൺസിലിംഗ് വേണമെന്ന് തന്നെ നിങ്ങൾ പറഞ്ഞ് നിങ്ങളുടെ പേഴ്സണുമായിട്ട് കൗൺസിലിങ്ങിനുള്ള നടപടികൾ ചെയ്യുക. ഓക്കെ, അതല്ല എന്നുണ്ടെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട വ്യക്തികളുമായിട്ട് ഒരു സംസാരം നിങ്ങളുടെ ഇടയിൽ കൊണ്ടുവരിക. ആ റിലേഷൻ്റെ സ്വഭാവത്തെക്കുറിച്ച് മനസ്സിലാക്കുക. അല്ലാതെ കുറേ നാളായിട്ട് ഇപ്പോൾ വിളിക്കുന്ന ആളെ വിളിക്കും എന്നുള്ള രീതിയിൽ വെയിറ്റ് ചെയ്യുന്നവരാണെങ്കിൽ, ഒരുപാട് വർഷങ്ങളായിട്ട് നിങ്ങൾ നിങ്ങളുടെ പേഴ്സണിന് വേണ്ടി കാത്തിരിക്കുന്നതാണെങ്കിൽ അതിനു വേണ്ടി നിങ്ങൾ അടുത്ത സ്റ്റെപ്പ് ചെയ്യേണ്ടതാണ് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. അപ്പം ഇതാണ് റീഡിങ്. നമുക്കിനി നോക്കാം, നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ തേർഡ് പാർട്ടി ഉള്ള വ്യക്തികളാണെങ്കിൽ, ഓക്കെ, തേർഡ് പാർട്ടി ഉള്ള വ്യക്തികളാണെങ്കിൽ, എൻ്റെ റീഡിങ് പലതും തേർഡ് പാർട്ടി റീഡിങ് തന്നെയാണ്. ഞാൻ തേർഡ് പാർട്ടി റീഡിങ്ങാണ് കൂടുതലും ചെയ്യുന്നത്. അടുത്തത് നമുക്ക് നോക്കാം, നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടി സിറ്റുവേഷനിലുള്ള ഈ ഒരു സമയത്തുള്ള അവസ്ഥ എന്താണ്? തേർഡ് പാർട്ടിയുമായിട്ട് നിങ്ങളുടെ പേഴ്സൺ ഹാപ്പി ആണോ, അതോ അവിടെ നിന്ന് മൂവ് ഓൺ ചെയ്ത് കഴിഞ്ഞോ എന്നുള്ള കാര്യം നോക്കാം. ഓക്കെ, ഇത് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടി ഉള്ള വ്യക്തികൾ മാത്രം കാണുക, ഇല്ലാത്തവരെ സ്കിപ്പ് ചെയ്ത് പോവുക. തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ അവരുടെ റിലേഷൻഷിപ്പ് എനർജി എന്താണെന്നാണ് നോക്കുന്നത്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. നിങ്ങളുടെ പേഴ്സൺ ഇവിടെ വന്നിരിക്കുന്ന കാർഡ്സ് ഇതാണ്. നമ്പേഴ്സ് നോക്കാം. 7, 8, 12, 3, 6, 10, 1, 14, 13, 3, 4. ഓക്കെ, മാസം നോക്കാം. ജൂലൈ, ഓഗസ്റ്റ്,
ഡിസംബർ, ജൂൺ, ഒക്ടോബർ, മെയ്, മാർച്ച്. അത് നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിന്ന് മൂവ് ഓൺ ചെയ്യുകയാണ്. ഓക്കെ, ആ ഒരു പാർട്ടിയുടെയും നിങ്ങളുടെ പേഴ്സൻ്റെയും ലൈഫിൻ്റെ എനർജിയാണ് നോക്കുന്നത്. ആ എനർജിയിൽ ഒരു മൂവ് ഓൺ ആണ് വന്നിരിക്കുന്നത്, ട്രാവലാണ്. ഇതുവരെയും തേർഡ് പാർട്ടിയുടെ ദിശയിലേക്ക് പൊയ്ക്കൊണ്ടിരുന്നതായിട്ടുള്ള രഥം ഓക്കെ മാറി. 2 കാർഡും ട്രാവലിങ്ങും ചാരിയറ്റും ആണ് വന്നിരിക്കുന്നത്. ക്യാൻസർ ആണ് ഇവിടെ വന്നിരിക്കുന്ന സോഡിയക് സൈൻ. അമിതമായ കടുംപിടുത്തം നിങ്ങളുടെ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിങ്ങളുടെ പേഴ്സണ് നേരിടേണ്ടി വന്ന കാര്യങ്ങൾ, അമിതമായിട്ടുള്ള ഒരു കടുംപിടുത്തങ്ങൾ അവർക്ക് നേരിടേണ്ടതായിട്ട് വന്നു. ഓക്കെ, ഒരുപാട് സംശയങ്ങളും ആശങ്കകളും ആ ഒരു റിലേഷൻഷിപ്പിൽ അവർക്ക് വന്നിരിക്കുന്നത് പ്രൊജക്ഷനാണ്. പ്രൊജക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് യഥാർത്ഥ ഫേസ് അല്ല നിങ്ങളുടെ തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് വൈകാരികതയിലുള്ള ആ ഒരു മാനസിക അവസ്ഥയിലുള്ള ഒരു കൃത്രിമമായിട്ടുള്ള കാര്യമാണോ നിങ്ങളുടെ പേഴ്സണോട് ഈ ഒരു തേർഡ് പാർട്ടി കാണിക്കുന്നത് എന്ന് നിങ്ങളുടെ പേഴ്സണ് മനസ്സിലാക്കുകയും അത് സ്റ്റക്ക് സിറ്റുവേഷനിലോട്ട് പോവുകയുമാണ് ചെയ്യുന്നത്. നിങ്ങളുടെ പേഴ്സൻ്റെ അല്ലെങ്കിൽ നിങ്ങളുടെ തേർഡ് പാർട്ടിയുടെ ശരിയായ ഫേസ് അല്ല അവർ കാണിച്ചിരുന്നത്. അവർക്ക് മറ്റൊരു മുഖം ഉണ്ടായിരുന്നെന്ന് ഈ റിലേഷനിൽ അകത്തോട്ട് കടന്നതിന് ശേഷമാണ്, നിങ്ങളെ ഉപേക്ഷിച്ച് പോയതിന് ശേഷമാണ് നിങ്ങളുടെ പേഴ്സണ് മനസ്സിലാകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഒരു ചാരിയേറ്റ് വന്നിരിക്കുന്നത്. അവർ മൂവ് ഓൺ ചെയ്യുകയും അവർ കാണിക്കുന്ന കാര്യങ്ങളിലേക്ക് വിശ്വസ്തതയില്ല, തെറ്റായ കാര്യങ്ങളാണ് അവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് അവർക്ക് മനസ്സിലായി. നിങ്ങളുടെ പേഴ്സൺ വെയിറ്റ് ചെയ്യുകയാണ്, സ്റ്റക്കാണ്. ഞാനിപ്പോൾ എന്ത് ചെയ്യും? നല്ലൊരു റിലേഷനെയും ഇല്ലാതാക്കിയിട്ടാണ് ഇതിലോട്ട് വന്നിരിക്കുന്നത്. നിങ്ങളുടെ തേർഡ് പാർട്ടിയിൽ നിന്നും പോകാൻ കഴിയാത്ത വിധം അവർ സ്റ്റക്കായി കിടക്കുകയാണ് ഈ ഒരു സമയത്ത്. അവരുടെ റിലേഷൻഷിപ്പിൽ ഇപ്പം നിങ്ങളുമായിട്ടുണ്ടായ കാര്യങ്ങളെക്കുറിച്ച്, ഭൂതകാലത്തെക്കുറിച്ച് പറഞ്ഞ് നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പിൽ അങ്ങനെ ആയിരുന്നില്ലേ ഇങ്ങനെ ആയിരുന്നില്ലേ ആ ഒരു സംശയവും കാര്യങ്ങളും ഒക്കെ എടുത്തിട്ട് എന്നും വഴക്കാണ്, പ്രശ്നങ്ങളാണ് നിങ്ങൾ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ. അവരുടെ റിലേഷൻഷിപ്പിൻ്റെ എനർജി അങ്ങനെയാണ് വരുന്നത്. ഒരു സമാധാനമുള്ളതല്ല. നിങ്ങളുടെ പേഴ്സൺ അവിടെ നിന്ന് മൂവ് ഓൺ ചെയ്യുന്നതിന് തയ്യാറാകുകയാണ്, മനസ്സൊരുക്കുകയാണ്. പക്ഷേ സ്റ്റക്ക് സിറ്റുവേഷനിൽ കൂടിയാണ് കടന്നു പോകുന്നത്. ഈ തേർഡ് പാർട്ടി വഞ്ചിക്കുകയായിരുന്നു എന്ന് നിങ്ങളുടെ പേഴ്സണ് മനസ്സിലായി കഴിഞ്ഞു. കാരണം അവരുടെ യഥാർത്ഥ മുഖമല്ല, അവരുടെ ഇവിടെ തന്നെ 2 മുഖങ്ങൾ. പ്രൊജക്ഷനാണ് വന്നിരിക്കുന്നത്. പ്രൊജക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കിന് സിനിമ തിയേറ്ററിൽ നമ്മൾ കാണുന്നത് സ്ക്രീനാണ്. ഒരിക്കൽ പോലും പുറത്താണ് യഥാർത്ഥ വർക്ക് നടക്കുന്നത്. ആരും പുറകിലോട്ട് തിരിഞ്ഞു നോക്കത്തില്ല. യഥാർത്ഥ ഫേസ് നമ്മൾക്ക് കാണാൻ കഴിയത്തില്ല. അവരെന്താണോ ആ ഒരു മായയായിട്ടുള്ളൊരു വെള്ള സ്ക്രീനിൽ എന്താണോ കാണിക്കുന്നത് അതാണ് റിയൽ എന്നും പറഞ്ഞ് നമ്മൾ അതിൽ തന്നെയാണ് ശ്രദ്ധിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഇവിടെയും നിങ്ങളുടെ തേർഡ് പാർട്ടി കാണിച്ചിരുന്ന യഥാർത്ഥ ഫേസ് അവർ പിറകിലായിരുന്നു ഫിറ്റ് ചെയ്തിരുന്നത്. അവരുടെ ഫിലിമും കാര്യങ്ങളും എല്ലാം പിറക്കെയാണ് അവർ വെച്ചിരുന്നത്. അതൊന്നും നിങ്ങളുടെ പേഴ്സൺ അറിയത്തില്ലായിരുന്നു. നിങ്ങളുടെ പേഴ്സൺ വിചാരിച്ചു ആ വെള്ള സ്ക്രീനിൽ കാണുന്നതാണ് യഥാർത്ഥമായിട്ടുള്ള തേർഡ് പാർട്ടി എന്ന് വിചാരിച്ച് അവരിലേക്ക് കടന്നു ചെന്നതാണ്. പക്ഷേ ഈ ഒരു സമയത്ത് അവരുടെ പ്രൊജക്ഷന് കാര്യങ്ങളെല്ലാം കണ്ടുപിടിച്ചതോടുകൂടി തലകീഴായി കിടക്കുകയാണ്. നൂന്ന് നിൽക്കാനുള്ള ആരോഗ്യം പോലും ഇല്ല ഇപ്പം. അപ്പോൾ അവിടുന്ന് എന്തായാലും പോരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഒരു ട്രാവലിംഗ് തന്നെയാണ്. ആ റിലേഷൻഷിപ്പിൻ്റെ മടക്കയാത്രയാണ് ഇവിടെ കാണുന്നത്. നിങ്ങളുടെ തേർഡ് പാർട്ടിയാണ് ഈ ഒരു തേർഡ് പാർട്ടിയുടെ റിലേഷൻഷിപ്പാണ് ഏറ്റവും ഹാപ്പി ആയിട്ടിരിക്കുന്നത്, സന്തോഷമായിരിക്കുന്നതെന്നും പറഞ്ഞുകൊണ്ട് ഓടി അങ്ങോട്ട് പോയതാണ്. കാരണം ആ ഒരു ചിത്രമാണ്, സന്തോഷമാണ്, ചിരിയാണ് അതിൽ കാണിക്കുന്നതായിട്ടുള്ള പണമാണ് വലുത്, മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ലോകമെന്ന് ചിന്തിച്ച് ഓടിപ്പോയതാണ് നിങ്ങളുടെ. പക്ഷെ അവിടെ ചെന്നപ്പോഴത്തേക്കാണ് നിങ്ങളുടെ പേഴ്സണ് മനസ്സിലാകുന്നത് അത് ഒരിക്കലും സത്യമായിരുന്നില്ല. നിങ്ങളുടെ പേഴ്സണ് അവിടെ ഒരു സ്ഥാനവും ഉണ്ടായിരുന്നില്ല. ഇവിടെ വന്നിരിക്കുന്നത് ടോറസ് ആണ്. അവിടെ ചെന്നപ്പോൾ മുതൽ നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടി സിറ്റുവേഷനിലായി. അവരുടെ റിലേഷൻ മുന്നോട്ട് പോയപ്പോൾ മുതൽ നിങ്ങൾ പേഴ്സൻ്റെ ലൈഫിൽ നിന്ന് പൂർണ്ണമായിട്ട് മാറി എന്ന് മനസ്സിലാക്കിയ തേർഡ് പാർട്ടി ആ സമയം തൊട്ട് അവരുടെ അവകാശങ്ങൾ അവർ നിരത്താൻ തുടങ്ങി. എനിക്ക് എൻ്റെ അവകാശങ്ങൾ വേണം, എനിക്ക് കമ്മിറ്റ്മെൻറ്റ് വേണം, എനിക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്തു തരണം. പിന്നെ അതിൽ ശാഠ്യങ്ങളായി, പ്രശ്നങ്ങളായി, അവർക്ക് ഭൗതികമായിട്ടുള്ള കാര്യങ്ങളായി, അമിതമായിട്ടുള്ള ഓരോരോ കാര്യങ്ങൾ വേണം എന്നുള്ള ചിന്തയായി. പിന്നെ നിങ്ങളുമായിട്ട് പഴയ റിലേഷൻ ഉണ്ടോ ആ സംശയം. ഓക്കെ, നിങ്ങൾ പിന്നെ തേർഡ് പാർട്ടിക്കുള്ള സംശയം മുഴുവനും നിങ്ങളുമായിട്ട് ഇപ്പോൾ കോണ്ടാക്റ്റിലുണ്ടോ, നിങ്ങളുമായിട്ട് കോണ്ടാക്റ്റിൽ വന്നു കഴിഞ്ഞാൽ അത് പ്രശ്നമാകുമല്ലോ എന്നുള്ള സംശയവും കാര്യങ്ങളെല്ലാം നിങ്ങളുടെ പേഴ്സണിൽ പ്രശ്നങ്ങളുണ്ടാക്കി. ഓക്കെ, സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടേയിരുന്നു. പിന്നെ നിങ്ങളുടെ പേഴ്സണുമായിട്ട് ഒരുപാട് കർശനമായിട്ടുള്ള സംസാരങ്ങളും തീരുമാനങ്ങളും വഴക്കുകളും നിയന്ത്രണങ്ങളും ഒക്കെ നിങ്ങളുടെ
പേഴ്സൻ്റെ ലൈഫിലേക്ക് വന്നു. ഓക്കെ, നിയന്ത്രണങ്ങൾ വന്നു. ഇവിടെ ത്രാസ് വന്നിരിക്കുന്നത് കണ്ടോ, അവർ പറയുന്നതാണ് കാര്യങ്ങൾ, അതുപോലെ നിയന്ത്രണങ്ങൾ അവരുടെ ലൈഫിലേക്ക് വന്നു. അതോടുകൂടി ജീവിതത്തിലെ ഏറ്റവും തേർഡ് പാർട്ടിയുമായിട്ടുള്ള ലൈഫാണ് ലോകമെന്ന് ചിന്തിച്ചിരുന്ന നിങ്ങളുടെ പേഴ്സൺ തകർന്നു പോയിരിക്കുന്ന അവസ്ഥയാണ് ഇപ്പമുള്ള അവരുടെ റിലേഷൻഷിപ്പിൻ്റെ എനർജി. ഇപ്പം നിങ്ങളുടെ പേഴ്സൻ്റെയും തേർഡ് പാർട്ടിയുടെയും റിലേഷൻഷിപ്പിൻ്റെ എനർജി എന്ന് പറയുന്നത് ഒരുപാട് സ്ട്രെസ്സിൽ കൂടി, ഒരുപാട് ബേർഡനിൽ കൂടിയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അവർക്കൊരു സമാധാനമോ സന്തോഷമോ ഒന്നും ആ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് രണ്ടു പേർക്കും ലഭിക്കുന്നില്ല. ഓക്കെ, നിങ്ങൾക്കായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കാം, അല്ലെങ്കിൽ തേർഡ് പാർട്ടിക്കായിരിക്കാം വിശ്രമമില്ലാത്ത ജോലികൾ അവർ നേരിടേണ്ടതായിട്ട് വരുന്നുണ്ട്. അവർക്കൊരിക്കലും ഒരു വിശ്വാസമില്ല ഈ ഒരു റിലേഷൻ മുന്നോട്ട് പോകുമോ, ഇതിലെന്താണ് ചെയ്യേണ്ടത്. ഒരുപാട് ഗോസിപ്പുകൾ അവർക്ക് കേൾക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. ഗോസിപ്പുകൾ അവരനുഭവിക്കുന്നുണ്ട്. അവർ വേർപിരിഞ്ഞ് പോകുന്നതിൽ ഇപ്പോൾ അവർക്ക് വിഷമമില്ല. അവർക്ക് തങ്ങളി വേർപിരിഞ്ഞാൽ മതി എന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. ഒരു ഇമോഷണൽ പരമായിട്ടുള്ള ഒരു സപ്പോർട്ടും ഇതിൻ്റെ ഇടയിലില്ല. ഇതിൻ്റെ പിറകിൽ നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും ഒരുപാട് കൊടുങ്കാറ്റും പ്രശ്നങ്ങളും ഒക്കെ വന്നിരിക്കുകയാണ്. പക്ഷേ ഈ മുമ്പിൽ നിൽക്കുന്ന വ്യക്തിക്ക്, അത് തേർഡ് പാർട്ടി ആയിട്ട് നിങ്ങൾക്ക് കാണാം, മുമ്പിൽ നിൽക്കുന്ന വ്യക്തിക്കോ നിങ്ങളുടെ പേഴ്സണോ രണ്ടുപേർക്കായിരുന്നാലും അതേ ചൊല്ലി യാതൊരു പ്രശ്നങ്ങളും ഇല്ല. അവർക്ക് അവരുടേതായ മനസ്സിൽ ആ ഒരു തൻ്റെ ഇടത്തിൽ, ഒരു അഹങ്കാരത്തിൽ തന്നെയാണ് ഇരിക്കുന്നത്. ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഒരു കോംപ്രമൈസ് വേണം. നിങ്ങൾ വഴക്ക് കൂടുമ്പോൾ ഒരു റിലേഷൻഷിപ്പ് ആകുമ്പോഴത്തേക്ക് ഇപ്പം നിങ്ങൾ തന്നെ കാണിക്കുന്നില്ലേ, നിങ്ങളുടെ പേഴ്സൺ എന്തെല്ലാം ലൈഫിൽ കാണിച്ചിരുന്നാലും നിങ്ങളുടെ പേഴ്സൺ തിരിച്ച് വന്നാൽ മതി എന്നുള്ളൊരു കോംപ്രമൈസ് നിങ്ങളുടെ ലൈഫിലുണ്ട്. പക്ഷേ ഈ ഒരു സമയത്ത് തേർഡ് പാർട്ടിയുടെയും നിങ്ങളുടെ പേഴ്സൻ്റെയും മനസ്സിൽ ഒരു കോംപ്രമൈസ് എന്നുള്ള കാര്യമില്ല. രണ്ട് എനർജിയിൽ കൂടിയാണ് പോകുന്നത്. ഫെമിനാൻ മസ്കുലൻ എനർജിയിൽ, ഒരു പുരുഷൻ്റെയും ഒരു സ്ത്രീയുടെയും എനർജി ഒരു വ്യക്തിയിൽ എങ്ങനെയാണോ, നിങ്ങൾക്ക് ഞാൻ ഇങ്ങനെ പറയുന്നത് ബുദ്ധിമുട്ടായിട്ട് തോന്നത്തില്ലല്ലോ. ഫെമിനാൻ മസ്കുലൻ എനർജി എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു സ്ത്രീയുടെ എനർജി എന്ന് പറയുമ്പോഴത്തേക്ക് എപ്പോഴും കെയറിങ് നേച്ചറായിരിക്കും, പെട്ടെന്ന് ഇമോഷണൽ ആകുന്ന നേച്ചറായിരിക്കും. ഒരുപാട് സ്നേഹം കാണിക്കുന്ന നേച്ചർ എവിടെയാണോ അതൊരു മാതാവിനെയാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് ഉദ്ദേശിക്കുന്നത്. ഒരു അമ്മയുടെ കെയറിങ് നേച്ചർ അങ്ങനെയാണ്. എന്ത് സഹിക്കാനുള്ള മനസ്സ് ചില വ്യക്തികൾ, അത് ആണായാലും ശരി തന്നെ പെണ്ണായാലും ശരി തന്നെ അവരുടെ മനസ്സിൽ കാണും. അപ്പം ചില വ്യക്തികൾ ഒരുപാട് ദേഷ്യവും ഏതിനും ഭയങ്കരമായിട്ട് എടുത്തടിച്ച് സംസാരിക്കുന്നതും ഒക്കെ കാണും. അത് മാസ്കുലൻ എനർജി ആയിട്ട് നമ്മൾ പറയും. കെയറിങ്ങും കാര്യങ്ങളൊക്കെ കാണിക്കുന്നത് ഫെമിനൻ എനർജി ആയിട്ട് പറയും. പക്ഷെ ഒരു വ്യക്തിയിൽ തന്നെ ഇത് രണ്ടും കാണും. ഓക്കെ, അപ്പം നിങ്ങളുടെ പേഴ്സണുമായിട്ട് ഈ ഒരു സമയത്ത് ഫെമിനൻ എനർജി, അവർ ഫീമെയിൽ ആണെങ്കിൽ തന്നെയും മസ്കുലൻ എനർജി അവർ പ്രകടമാക്കുകയും രണ്ടുപേരും പൊരിഞ്ഞ അടിയും വഴക്കും പ്രശ്നത്തിൽ കൂടി പോവുകയാണ്. ഈ ഒരു സമയത്ത് ആ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഒരുപാട് ബേർഡനാണ്, സ്ട്രെസ്സാണ്, അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. രണ്ടുപേരുടെയും എനർജിയാണ്, റിലേഷൻഷിപ്പിൻ്റെ എനർജിയാണ് ഈ പറയുന്നത്. ഓക്കെ, ഇപ്പം ആ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് പെയിൻഫുൾ സിറ്റുവേഷനിൽ കൂടി കടന്നു പോവുകയാണ്. ഹാർട്ട് ബ്രോക്കാണ് കൂടിയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ സംശയവും പ്രശ്നങ്ങളും മാത്രമേ ഉള്ളൂ. ഒരു സ്നേഹമോ കാര്യമോ ഒന്നും ഈ ഒരു റിലേഷൻഷിപ്പിൽ കൂടി കടന്നു പോകുന്നില്ല. സ്നേഹത്തിൻ്റെ യാതൊരു കാര്യങ്ങളും ഇല്ല. ഇപ്പോൾ എടുക്കുന്നത്, അപ്പോൾ ഇതാണ് നിങ്ങളുടെ തേർഡ് പാർട്ടിയുടെയും പേഴ്സൻ്റെയും എനർജി. ഇതൊരു റിക്വസ്റ്റ് എനർജി ആയിരുന്നു ഞാൻ എടുത്തത്. ഇന്നലെ പറഞ്ഞിരുന്ന തേർഡ് പാർട്ടിയുടെ മനസ്സിൽ എന്താണ് എന്നുള്ളത്. അപ്പോൾ തേർഡ് പാർട്ടിയുടെയും നിങ്ങളുടെ പേഴ്സൻ്റെയും മനസ്സിലുള്ളത് ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഗതി തന്നെയാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. അപ്പം ഇതാണ് നിങ്ങളുടെ റീഡിങ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ എനർജിയും നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയോടൊപ്പമുള്ള റിലേഷൻഷിപ്പിൻ്റെ എനർജിയുമാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. നിങ്ങൾക്കിത് റെസനേറ്റ് ആകുന്നു ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, നിങ്ങൾ പോസിറ്റീവായിരിക്കുക. ഈ ഒരു സമയത്ത് പല വ്യക്തികളും കാണുന്നതാണ്, ഒരുപാട് ആൾക്കാർ ഇത് കാണുന്നത് കാരണം ഒരുപാട് എനർജിയാണ്. ഈ ചില വ്യക്തികൾ റീസെൻ്റ്ലി നിങ്ങളെ വിട്ടു പോയ വ്യക്തികളാണെങ്കിൽ തേർഡ് പാർട്ടിയുമായിട്ട് ഇപ്പോൾ അവർ മൂവ് ഓൺ ചെയ്യുന്നതിനുള്ള സമയമായി കാണത്തില്ല. മറ്റ് ചില വ്യക്തികൾ അവരുടെ ലൈഫിലേക്ക് മൂവ് ഓൺ ആയി വരുന്നതേ ഉള്ളൂ. മറ്റ് ചില വ്യക്തികൾ മൂവ് ഓൺ ചെയ്തു കഴിഞ്ഞു. ഓക്കെ, അപ്പം നിങ്ങൾ എത്രത്തോളം പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നോ, നിങ്ങൾ വീണ്ടും എൻ്റെ പേഴ്സൺ തേർഡ് പാർട്ടിയോടൊപ്പം ചിന്തിക്കാതെ നിങ്ങളിലേക്ക് തിരിച്ചു വന്നു എന്ന് അഫർമേഷൻ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരും. എല്ലാ തേർഡ് പാർട്ടിയും മാറിപ്പോയതിന് ഞാൻ നന്ദി പറയുന്നു. ജീവിതത്തിൽ നിങ്ങൾ ഇങ്ങനെ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ലൈഫിലുള്ള നിങ്ങളുടെ പേഴ്സൻ്റെ ഇങ്ങനെ തന്നെ മെസ്സേജ് എഴുതുക. നിങ്ങളുടെ പേരെഴുതുക, നിങ്ങളുടെ പേഴ്സൻ്റെ പേരെഴുതുക. നിങ്ങളുടെ ഇടയിലുള്ള റിലേഷൻഷിപ്പിലുള്ള എല്ലാ തേർഡ് പാർട്ടിയും യൂണിവേഴ്സിൻ്റെ അഗ്നിയാൽ
നശിച്ചു പോയതിനാൽ അല്ലെങ്കിൽ മാറിപ്പോയതിനാൽ, യൂണിവേഴ്സിൻ്റെ അഗ്നിയാൽ മാറിപ്പോയതിനാൽ ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ഞങ്ങളുടെ റിലേഷനെ യൂണിവേഴ്സ് ചേർത്ത് വെച്ചിരിക്കുന്നതിനാൽ നന്ദി പറയുന്നു. ഈ ഒരു കമൻറ്റ് നിങ്ങൾ ഇടുക. നിങ്ങൾക്ക് അഫർമേഷൻ ആവും. ഒരുപാട് പോസിറ്റീവോടുകൂടി തന്നെ ഇടുക. ഓക്കെ, എങ്ങനെ ഇടേണ്ടതെന്ന് മനസ്സിലായല്ലോ. നിങ്ങളുടെയും നിങ്ങളുടെ പേഴ്സൻ്റെയും പേരെഴുതിയിട്ട്, അല്ലെങ്കിൽ പേരെഴുതാൻ പാടുള്ളവരാണെങ്കിൽ എഴുതേണ്ട, നിങ്ങളുടെ മനസ്സിൽ വിചാരിച്ചാൽ മതി. നിങ്ങളുടെയും നിങ്ങളുടെ പേഴ്സൻ്റെയും റിലേഷൻഷിപ്പിലുള്ള തേർഡ് പാർട്ടി, ഏത് തന്നെയായിരുന്നാലും ആ തേർഡ് പാർട്ടി നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ തടസ്സമായി നിൽക്കുന്നതിൽ നിന്നും പൂർണ്ണമായും വിട്ട് ഉപേക്ഷിച്ചു പോയതിനാൽ, യൂണിവേഴ്സിൻ്റെ ശക്തിയാൽ പൂർണ്ണമായും വിട്ടു മാറിയതിനാൽ നന്ദി. അത് പറഞ്ഞതിന് ശേഷം നിങ്ങളുടെ പേഴ്സൺ എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് ചേർന്ന് വന്നതിനാൽ, ആ റിലേഷൻ ഒന്നായി തീർന്നതിനായി നന്ദി. ഇതും കൂടി നിങ്ങൾ അഫർമേഷനായിട്ട് തന്നെ ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ കമൻ്റ് ഇട്ടില്ലെങ്കിൽ പോലും ഒരു പേപ്പറിൽ എഴുതിയോ അല്ലെങ്കിൽ സ്ഥിരമായിട്ട് അത് എഴുതിയോ നിങ്ങൾ ചെയ്യുക. ഓക്കെ, അപ്പം നിങ്ങൾക്കിത് റെസനേറ്റ് ആയി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സണെക്കുറിച്ചും തേർഡ് പാർട്ടിയെക്കുറിച്ചും എന്തെങ്കിലും ചെറിയ കാര്യമെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സുകൾക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു, താങ്ക് യു, താങ്ക് യു.